ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മാസം 22-ാം തീയതി മുതൽ മെയ് 11-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്. അപ്പം ഈ പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല 2 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തൊരു പോസ്റ്റ് കൂടിയാണ് ഈ ലാബ് അസിസ്റ്റന്റ്. പക്ഷേ ഈ ആപ്ലിക്കൻസിന്റെ എണ്ണം കണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അതിൽ കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും. ഓക്കെ, PSC ലാബ് അസിസ്റ്റന്റ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ 13-ാം തീയതിയാണ്. അപ്പോൾ ഇനി 83 ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അതുപോലെ 2,63,324 ആപ്ലിക്കൻസ് ആണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തത്. അതുപോലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 21 വേക്കൻസി, അതായത് നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസിയാണ് 21. അത് ഇനി തീർച്ചയായും കൂടാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കൻസിന്റെ എണ്ണം എങ്ങനെയാണ് ഇത്ര കൂടിയത്? 2 ലക്ഷത്തോളം ആപ്ലിക്കൻസ് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് ഞാൻ പറയാം. +2 സയൻസ് അല്ലെങ്കിൽ VHSC ലാബ് അസിസ്റ്റന്റ് ആയിരുന്നു ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ +2 സയൻസ് ഉള്ള എല്ലാവരും തന്നെ അവരുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ സിലബസും PSC ഇതിന്റെ കൂടെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് നോക്കുകയാണെങ്കിൽ 6 പാർട്ടായിട്ടാണ് സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നിക്സിന്റെ പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. അത് 50 മാർക്കിനാണ് ആ പാർട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ +2 സയൻസിൽ പഠിക്കുന്ന, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതിലെ ടോപ്പിക്സ് ആണ് ബാക്കി വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,63,324 പേര് ആപ്ലിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. അല്ലെങ്കിൽ 21 വേക്കൻസി ആണ് നിലവിലുള്ളത്, ഞാൻ ഈ പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ അതെനിക്ക് ക്രാക്ക് ആവുമോ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. കാരണം ഈ ആപ്ലിക്കൻസ് ഇത്രയും പേര് അപ്ലൈ ചെയ്തപ്പോൾ ഇതിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമായിരിക്കും ഇതിൽ മെജോറിറ്റിയും. അപ്പോൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം ഇപ്പോൾ ഒരു LDC, ഇപ്പോൾ ഒരു ജനറൽ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, LDC പോലെ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലക്ഷക്കണക്കിന് ആപ്ലിക്കൻസിനോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അതിൽ തന്നെ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ലാബ് അസിസ്റ്റന്റ് പോലൊരു എക്സാം അത് വളരെ സൈലന്റ് ആയിട്ടായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന്റെ റിസൾട്ട് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്ത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉയർന്ന റാങ്ക് നേടാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇതിന്റെ സിലബസ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. അതുപോലെ ഈ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നൊരു ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നലെ PSC പബ്ലിഷ് ചെയ്ത ലാബ് അസിസ്റ്റന്റ് സിലബസ് നോക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 6 പാർട്ടായിട്ടാണ് PSC ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്യൂർലി മെഡിക്കൽ ലബോറട്ടറി ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് ആദ്യത്തെ പാർട്ട്. അത് 50 മാർക്കിനാണ്. ഒരു കാര്യം ഷുവറാണ്, ഈ MLT എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ മാക്സിമം മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. കാര്യം ബാക്കി വരുന്ന 5 പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 സയൻസിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിച്ചോ, നിങ്ങൾ ഷുവർ ആയിട്ടും തന്നെ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിലെത്തും. ഓക്കെ, അതുപോലെ പാർട്ട് 1 MLT. അതുപോലെ പാർട്ട് 2 നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ പോർഷനാണ് പാർട്ട് 2 വരുന്നത്. ഇത് നിങ്ങൾ നോക്കിയേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, കൈനമാറ്റിക്സ്, ഇതൊക്കെ നമ്മൾ +2 അല്ലെങ്കിൽ +1 പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇവർ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിന് 15 മാർക്കാണ് സിലബസിൽ നിന്നും വരുന്നത്. അതുപോലെ പാർട്ട് 3 നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ പോർഷനാണ്. കെമിസ്ട്രിയുടെ പോർഷൻ വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഇതെല്ലാം നമ്മൾ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പോർഷനാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടെ തന്നെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 MLT പാർട്ടായിരിക്കും നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്തത്. ആ ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാം. മാക്സിമം മാർക്ക് അതിൽ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്തിച്ചേരാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 83 ദിവസമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ MLT പോർഷന് വേണ്ടിയിട്ട് ഒരു മെജോറിറ്റി ഓഫ് ടൈം മാറ്റി വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ പാർട്ട് 4 നോക്കുകയാണെങ്കിൽ ബോട്ടണിയിലെ പോർഷനാണ് പാർട്ട് 4 വരുന്നത്. അത് 7 മാർക്സിനാണ് ബോട്ടണിയിലെ പോർഷൻ വരുന്നത്. സെൽ സ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, അതുപോലെ ബയോളജി, ഹ്യൂമൻ വെൽഫെയർ, എല്ലാം +2 പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ പാർട്ട് 5 നോക്കിക്കഴിഞ്ഞാൽ സുവോളജിയിലെ ടോപ്പിക്സ് ആണ് വരുന്നത്. 7 മാർക്സിനാണ് സുവോളജിയിലെ ടോപ്പിക്സ് വരുന്നത്. പിന്നീട് പാർട്ട് 6 മാത്തമാറ്റിക്സ് 7 മാർക്കിന്. നിങ്ങൾ നോക്കിയാൽ സെറ്റ്സ്, റിലേഷൻ, ഫങ്ഷൻസ്,
ഫാക്ടോറിയൽ നമ്പർ, പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ്, ജിയോമെട്രിക് പ്രോഗ്രഷൻസ്, ഇതെല്ലാം എവിടെ പഠിക്കുന്നതാണ്? നമ്മൾ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ചോദ്യങ്ങൾ ആ SCERT അല്ലെങ്കിൽ NCERT ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ അത്യാവശ്യം ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സാമുകൾ നടന്നിട്ടുണ്ട്. ആ എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? MLT പോർഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ബാക്കിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി തുടങ്ങിയ മേഖലകളിലേക്ക് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല നിങ്ങളുടെ NCERT ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വെബിനാറിൽ നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കുക. കാരണം ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് ഈ വെബിനാറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിലബസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസിൽ നിന്നുള്ള കണ്ടന്റ്സ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതുപോലെ MLT സബ്ജക്ട്സിനുള്ള പ്രാധാന്യങ്ങൾ എന്തൊക്കെ, MLT സബ്ജക്റ്റുകൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ പഠിക്കണം, ഈ സിലബസ് PSC ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏത് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ആ ഫ്രീ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങാത്തവരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഈ വെബിനാറിന് തീർച്ചയായും ജോയിൻ ചെയ്യേണ്ടതാണ്. ഇതിൽ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏണസ്റ്റ് അക്കാദമി ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്രാഷ് കോഴ്സിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് തയ്യാറെടുത്ത് തുടങ്ങാം. അത് മാത്രമല്ല സിലബസിലെ ഓരോ മൊഡ്യൂളുകൾക്ക് അനുസരിച്ച് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുതലായവ എല്ലാം തന്നെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഏണസ്റ്റ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ലാബ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ അതുപോലെ ടോപ്പിക് ക്ലാസ്സുകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.